നമുക്ക് തിരുക്കുടുംബത്തെ ഒന്ന് ധ്യാനിച്ചാലോ? ഈശോയ്ക്ക് 12 വയസ്സായിരിക്കെ ജെറുസലേമിൽ പെസഹ തിരുനാളിനായി തിരുക്കുടുംബം യാത്രയാവുകയാണ്. മടക്കയാത്രയിൽ ബാലനായ ഈശോ ജെറുസലേമിൽ തങ്ങി. എന്നാൽ മാതാപിതാക്കൾ അതറിഞ്ഞില്ല. ഈശോ കൂടെയില്ലെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ വീണ്ടും തിരിച്ചു നടക്കുകയാണ്. ദേവാലയത്തിൽ അവർ അവനെ കണ്ടെത്തുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളെയും തിരുക്കുടുംബങ്ങളാക്കുന്നത് ഈ ഒരു തിരിച്ചുനടപ്പാണ്. ഈശോയുടെ കരം എവിടെ വെച്ച് ഉപേക്ഷിച്ചുവോ അവിടേക്ക് നാം യാത്രയാവണം. ഈശോയെ കാണാതായപ്പോൾ വഴിയിൽ വെച്ച് ആ മാതാപിതാക്കൾ തർക്കിക്കുന്നില്ല. അത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നല്ലോ, നീ നോക്കണ്ടായിരുന്നോ എന്നൊന്നും അവർ പറയുന്നില്ല. അവർ പരസ്പരം കുറ്റപ്പെടുത്താതെ പഴി പറയാതെ ഒരുമിച്ച് യാത്രയാകുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെയൊക്കെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ വഴിതെറ്റുന്നവരുണ്ടാകാം. ചില ബന്ധങ്ങളിലൂടെ, ദുശീലങ്ങളിലൂടെയൊക്കെ. ആരും ആരെയും പഴിക്കാതെ ദേവാലയത്തിലേക്ക് തിരിച്ച് യാത്രയാവണം. ഈ വർഷത്തെ ക്രിസ്മസിൽ കേരളത്തിലുള്ളവർ കുടിച്ചു തീർത്തത് ഏകദേശം 152 കോടി രൂപയുടെ മദ്യമാണ്. അപ്പോൾ ലോകത്തിലെ കണക്കെടുത്താലോ? ഈ 152 കോടി രൂപയുടെ മദ്യം എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരാണ് ഊറ്റിയെടുത്തത്. സ്നേഹമുള്ളവരെ, രക്ഷകൻ പിറക്കേണ്ടത് ഹൃദയത്തിലാണ്. സമാധാനത്തിന്റെ രാജാവായി പിറവിയെടുത്തവന്റെ തിരുനാൾ നമ്മൾ കളഞ്ഞു കുളിക്കരുത്. തിരിച്ചു നടക്കണം തിരുക്കുടുംബത്തെ പോലെ ദേവാലയത്തിലേക്ക്. എന്നിട്ട് ക്രിസ്തുവിനെയും കൂട്ടി ജീവിതത്തിലേക്ക് യാത്രയാകണം. എങ്കിലേ നമ്മുടെയൊക്കെ കുടുംബം തിരുക്കുടുംബങ്ങളാവുകയുള്ളൂ. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പഴിചാരാതെയും കലഹിക്കാതെയും നമുക്ക് രക്ഷകനോടൊപ്പം യാത്ര ചെയ്യാം. തിരുക്കുടുംബങ്ങളായി മാറാം. നമ്മെ ഓരോരുത്തരെയും നല്ല ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.